കൈതൊഴാമിലേക്ക് പോകുന്നു. നമ്മുടെ കേരളത്തിലെ വാമന പ്രതിഷ്ഠയുള്ള 2 ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ. അതിലൊന്ന് ഉത്തര കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് കൊടവലം മഹാവിഷ്ണു വാമന ക്ഷേത്രമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രത്തിലെ വാമന പ്രതിഷ്ഠയാണ് പൂജാ ചടങ്ങുകളെ അടക്കം വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ കാണാൻ നമുക്ക് ഇന്നത്തെ ദൈവമേ കൈതൊഴാമിൽ. കേരളത്തിൽ വാമനക്ഷേത്രങ്ങൾ അപൂർവമാണ്. തൃപ്പൂണിത്തുറയിലെ വാമനക്ഷേത്രം കഴിഞ്ഞാൽ കാസർഗോഡ് കാഞ്ഞങ്ങാട്ടെ കൊടവലം മഹാവിഷ്ണു വാമനക്ഷേത്രമാണ് വാമനക്ഷേത്ര ഗണത്തിലുള്ളത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ഈ ക്ഷേത്ര ചൈതന്യം. ഉത്തര കേരളത്തിലെ പുരാതന ക്ഷേത്രങ്ങളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ശിലാരേഖകൾ നിരവധിയാണ്. ഇത്തരത്തിലുള്ള കൊടവലം ശിലാരേഖകൾ ഇവിടെയുമുണ്ട്. ചരിത്ര പണ്ഡിതനായ MGS നാരായണനാണ് ശിലാരേഖയിലെ വട്ടെഴുത്ത് വായിച്ച് വ്യാഖ്യാനം ചെയ്തിട്ടുള്ളത്. നാട്ടാചാരപ്രകാരം നാട്ടുപ്രഭു ക്ഷേത്ര സ്ഥാപനത്തിനായി ഇടപെട്ടത് വ്യക്തമാക്കുന്ന ശിലാരേഖ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ആയിരം 1200 വർഷം പഴക്കമുള്ളൊരു വലിയ പുരാതനമായ ഒരു ക്ഷേത്രമാണ് കൊടവലം മഹാവിഷ്ണു ക്ഷേത്രം. ഇത്രയും വലിയ പഴക്കമുള്ള ക്ഷേത്രമാണ്. സാധാരണ നാട്ടിൻപുറത്തില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അതിൻ്റെ എല്ലാവിധ തലയെടുപ്പോടും കൂടി ഈ ക്ഷേത്രം ഈ കൊടവലത്ത് നാട്ടിൽ അഭിമാനമായി നിൽക്കുന്നുണ്ട്. വൃശ്ചിക മാസത്തിലെ തിരുവോണത്തിലാണ് ഉത്സവം നടത്തുന്നത്. മറ്റേ തൃക്കാക്കരയിൽ തിരുവോണം നാളിൽ ഉത്സവം നടത്തുന്നുണ്ട്. നമ്മൾ ഭാവിയിൽ ഇനി 3-4 വർഷം കൊണ്ട് നമ്മുടെ തിരുവോണം നാളിലും നല്ല ഒരു പരിപാടി വെച്ചിട്ട് ഉത്സവം പോലുള്ള ഒരു തിരുവോണ സദ്യയെല്ലാം ആക്കേണ്ട പരിപാടികൾ ആലോചിക്കുന്നുണ്ട്. ഗ്രാമപ്രദേശത്തെ ക്ഷേത്രമായതുകൊണ്ട് തന്നെ നടത്തിപ്പിലെ പ്രതിസന്ധിയൊക്കെ കൊടവലം മഹാവിഷ്ണു ക്ഷേത്രത്തെയും ബാധിച്ചിട്ടുണ്ട്. നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള ക്ഷേത്രപരിപാലന കമ്മിറ്റിയാണ് കാര്യങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നത്. തിരുവോണനാളിൽ പ്രത്യേക പൂജ ഉൾപ്പെടെ ക്ഷേത്രത്തിൽ നടക്കാറുണ്ട്. കേരളത്തിലുള്ള 2 വാമനക്ഷേത്രങ്ങളിൽ ഒന്നെന്ന പ്രസക്തി മാത്രമല്ല കാസർഗോഡ് കൊടവലം മഹാവിഷ്ണു ക്ഷേത്രത്തിനുള്ളത്. പൗരാണികതയും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. കാസർഗോഡ് കൊടവലത്തു നിന്നും ക്യാമറ പേഴ്സൺ സനൽ എളമ്പച്ചിക്കൊപ്പം രതീഷ് വാസുദേവൻ, ന്യൂസ് മലയാളം.